years celebrating motherhood. മലയാളി വീട്ടമ്മ. ഞാൻ വീട്ടിൽ 7:30 നമ്മളെ വീട്ടിലേക്ക് വരുന്നത്. കാലത്ത് 7 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മമ്മി എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ ലൈഫിലും എൻ്റെ അനിയത്തിൻ്റെ ലൈഫിലും ശരിക്കും റോൾ മോഡലാണ്. അപ്പനും അമ്മയായിട്ട് ഇനി ഞാൻ തന്നെ ഇവർക്ക് എല്ലാം ചെയ്യണം. മമ്മിയുടെ ലൈഫ് മൊത്തം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. ദൈവം ചിലപ്പോൾ എൻ്റെ വിധി ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ജീവിക്കാനായിരുന്നു പ്രതീക്ഷ. മമ്മി ഒന്ന് തുറക്കോ? മമ്മി എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യണം, എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യണം, അമ്മ വരണം, പേപ്പന്മാർ വരണം, ആൻറ്റിമാർ വരണം. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, കണ്ടാ എല്ലാവരും ഉണ്ട് ഇവിടെ. മമ്മിയോട് പറയാത്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതുവരെ നമ്മളോട് ഷെയർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ മമ്മിയോട് പറയാനുള്ളത് ആ ഒരു ലെറ്ററിലാക്കി ഫെമി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ ലെറ്ററും കൂടെ മമ്മിക്ക് വേണ്ടിയിട്ടൊന്ന് വായിക്കാം. മമ്മി ഇന്നെന്ത് പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷെ മമ്മിക്ക് അറിയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും മമ്മിക്ക് അറിയാം. ഞാൻ മമ്മിനോട് അങ്ങനെ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല. മമ്മീനെ പക്ഷെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. മമ്മി പലപ്പോഴും എന്നെ, ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും എന്നെ ഓരോരോ കാര്യങ്ങളും പറയേണ്ടി മമ്മി എന്നെ ഉപദേശിക്കും, ഫോൺ വിളിച്ചിട്ട് പറയും. പക്ഷെ അതാണെങ്കിലും ഞാൻ ആ സമയത്ത് മമ്മീനോട് തർക്കുത്തരം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ മമ്മീനോട് പറയും, മമ്മിക്ക് വേറെ ഒരു പണിയില്ല, ഉപദേശങ്ങൾ മാത്രം പറയാനുള്ളൂ. ഞാനത് മനഃപൂർവ്വം മമ്മീനോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ആ ഒരു സമയത്ത് എന്തോ അങ്ങനെ ആയിപ്പോവും. സോറി മമ്മി, ഞാൻ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഇനി എനിക്കറിയാം ഇതുവരെ മമ്മിയുടെ ലൈഫ് മൊത്തം എനിക്ക് വേണ്ടി തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങള് ഇപ്പം നിമ്മിനെക്കാളും കൂടുതൽ മമ്മി എന്നെയാണ് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തതും എല്ലാം ചെയ്തത്. പക്ഷെ ഞാൻ അതൊന്നും മനസ്സിലാക്കാതെയാണ് മമ്മിനോട് ഇത്ര നാൾ പെരുമാറിയത്. പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു വേദന എനിക്ക് മനസ്സിലായത് എനിക്കൊരു കൊച്ചുണ്ടായി, ഒരു ഫെബിൻ എൻ്റെ ലൈഫിൽ വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു കാരണങ്ങൾ മനസ്സിലായത്. മമ്മി എത്ര എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ മമ്മീനോട് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞത് ആഗ്രഹം തന്നെയാണ്, മമ്മി തിരിച്ച് നാട്ടിൽ വന്നിട്ട് എൻ്റെ കൂടെ നിൽക്ക്. ഞാൻ എത്ര നാളെ മമ്മിയോട് നിന്നിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് മമ്മിയോട് നിൽക്കണമെന്ന്. എല്ലാവരും എൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അമ്മമാരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മാത്രം വെക്കേഷനിൽ പോകാനോ ഒരു സ്ഥലത്ത് പോകാനോ ഒന്നുമില്ല. പപ്പയുടെ വീടുണ്ട്, മമ്മിയുടെ വീടുണ്ട്, അല്ലാണ്ട് മമ്മി നാട്ടിലില്ല. മമ്മി ഇനിയെങ്കിലും അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിൽക്ക് എനിക്ക് വേണ്ടി. പിന്നെ ഇപ്പൊ പപ്പ പോയ ശേഷമാണെങ്കിലും മമ്മി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പൊ എൻ്റെ നിമ്മിയുടെ എല്ലാ കാര്യങ്ങളും ഇതുവരെ, ശരിക്കും കല്യാണം കഴിഞ്ഞാലും അമ്മയ്ക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഫിനാൻഷ്യൽ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും മമ്മിയോട് ഞാൻ പറഞ്ഞാലും മമ്മി അപ്പം തന്നെ എനിക്ക് എല്ലാ കാര്യം ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ഞാൻ നന്ദി പറയില്ല. എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറഞ്ഞാലും അതിനകത്ത് ഒന്നും എനിക്ക് പറഞ്ഞാലും അതിനകത്ത് ഒത്തും മതിയാവില്ല. അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം വന്ന് മമ്മിയോട് കള്ളം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ജനറലായിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് മമ്മിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മി അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അന്ന് മമ്മിനോട് ഏറ്റവും വലിയ കള്ളം പറഞ്ഞത് പപ്പയുടെ ആ കാര്യമാണ്. വെച്ചാൽ എനിക്കത് മമ്മീനോട് ഞാൻ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. മമ്മി എന്നോട് ചോദിച്ച കാര്യം തന്നെയാണ് പപ്പയ്ക്ക് എങ്ങനെയുണ്ട്. ഞാൻ ആ ഒരു കാര്യം മാത്രമേ മമ്മീനോട് ഹൈഡ് ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ മമ്മി ഒറ്റയ്ക്കാണ് ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് മമ്മീനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ മമ്മീനോടൊരു കള്ളം പറഞ്ഞ രീതിയിൽ ഒരിക്കലും ആയിട്ടില്ല. എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, ഞാൻ എന്തെങ്കിലും തെറ്റ് മമ്മീനോട് അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ്. മമ്മി, ഞാൻ ഒരിക്കലും മമ്മീനെ വേദനിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. സോറി മമ്മി.
ഫെമിയുടെ ടാസ്ക് പോലെ തന്നെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു കത്തായിരുന്നു ഫെമിക്ക്. ആ കത്തിലുള്ള കാര്യങ്ങൾ നേരത്തെ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് ഫെമിക്ക് മമ്മിയോട് പറയാനുണ്ടായിരുന്നത്. ഫെമിക്ക് ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഷെയർ ചെയ്തതാണ്. പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അമ്മമാരോട് പറയാനുണ്ടാവും, പക്ഷെ നമ്മൾ ഒരിക്കലും പറയില്ല. അത് പറയുമ്പോൾ നമ്മളെന്തോ താണു പോകുന്ന ഒരു ഈഗോയുടെ പുറത്തോ ചിലപ്പോൾ സോറി പറയണം എന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ അമ്മയോട് പോയി സോറി പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ പറയാനുള്ള പല കാര്യങ്ങളും. സോ ഒരുപാട് സന്തോഷം ഇത്രയും ബോൾഡ് ആയിട്ടുള്ള ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മമ്മിയെ കാണാൻ കഴിഞ്ഞതിൽ. ഈ കത്ത് കേട്ടപ്പോൾ എന്ത് തോന്നി മമ്മി? ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇവൾ എന്നോട് ഇങ്ങനെ ഒരു സോറി എന്നൊരു ശബ്ദം അവൾ പറയാറ്. കാരണം പെട്ടെന്നൊരു മുൻകോട്ടും ഞാൻ എപ്പോഴും അവൾ ഉപദേശിക്കും, ഇത്ര ദേഷ്യം ഒരിക്കലും ഒരു പെൺകുട്ടികൾക്ക് പാടില്ല. കാരണം ഇവളുടെ ഡാഡിയും സെയിം സ്വഭാവമാണ്, ആ ഒരു ക്യാരക്ടറാണ് ഇവൾക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും, അത് എപ്പോഴും നമ്മൾ പറയുന്ന ആണുങ്ങളാണ്, അവർക്ക് എപ്പോഴും അവരുടേതായ ഒരു ഇതാണ് അവർ ചെയ്യുന്നത്, അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പക്ഷേ ഞാൻ ഉപദേശിക്കുമ്പോൾ അവൾക്ക് ദേഷ്യമാണ്, പെട്ടെന്ന് ദേഷ്യം വരും. അവളും അല്ലെങ്കിൽ മൊബൈലിലാണെങ്കിൽ മൊബൈൽ കട്ട് ചെയ്തു, പിന്നെ സംസാരിക്കില്ല. ഇപ്പം അവൾക്ക് അതിനൊരു കുറ്റബോധവും, അവൾ സ്വന്തം ഒരു അമ്മയായി ഇപ്പോൾ അവൾക്കൊരു കുറ്റബോധം വന്നു. അപ്പം അത് ചിലപ്പോൾ ഒരു പക്ഷെ നല്ലതിനായിരിക്കാം. അത് അങ്ങനെയെങ്കിലും അവളുടെ തെറ്റുകളോട് മനസ്സിലാക്കട്ടെ എന്നും വിചാരിക്കുന്നു. വളരെ പ്രൗഡായിട്ടുള്ളൊരു മമ്മിയാണ് ഞങ്ങളിപ്പോൾ ഈ സ്റ്റേജിൽ കാണുന്നത്. ആൻഡ് പലപ്പോഴും നമ്മൾ മക്കളുടെ പല കാര്യങ്ങളും പോളിഷ് ചെയ്ത് പറയാറുണ്ട്, ഇല്ല അങ്ങനെയല്ല, എൻ്റെ മോൾ അങ്ങനെ അല്ല എന്ന് പറയുമ്പോഴും പക്ഷെ മമ്മി ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അവൾക്ക് ദേഷ്യം കൂടുതലാണ് എന്നൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് മമ്മി അത് പറഞ്ഞു. നമ്മൾ ഫെമിയുടെ ടാസ്ക് കണ്ടു, ഫെമി മമ്മിക്ക് എഴുതിയ ലെറ്റർ വായിച്ചു. അപ്പോൾ എന്താണ് ഈ ടാസ്കിനെ കുറിച്ച് നിങ്ങൾക്കുള്ള കമന്റ്സ്? നന്നായിരുന്നു. ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തൊടുന്ന ഒരു കാര്യം എന്ന് പറയില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ അതിങ്ങനെ ഒരു വേദന ഉണ്ടാക്കാം, നമുക്ക് അങ്ങനെ ഒരു ഫീലിലേക്ക് പോകും നമ്മൾ. പിന്നെ എനിക്ക് അമ്മോട് ചോദിക്കാനുള്ളത്, അമ്മയ്ക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല മക്കളുടെ കൂടെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഫെമിയുടെ ആഗ്രഹം പോലെ ഫെമിയുടെ അല്ലെങ്കിൽ നിമ്മിയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാനാണോ? അങ്ങനെ തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം. ഇപ്പോൾ വീട്ടിൽ ഞാൻ ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ തന്നെ ഇന്ന് വരെ ഞാൻ ഇപ്പോൾ 7 വർഷമായാലും ഇപ്പോൾ ഒരു ക്രിസ്മസ് ഞാൻ ഈ മക്കളായിട്ടൊന്നും അവർ ആഘോഷിച്ചിട്ടില്ല. ആഗ്രഹിക്കുന്നു, പക്ഷെ അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. ഫെമി, ഇങ്ങനൊരു മമ്മിയുടെ അടുത്ത് എൻ്റെ നീ ഇന്നും സോറി പറയാന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്ന് മമ്മി വിഷമത്തോടെയാണ് അത് പറഞ്ഞത്. സോറി ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മമ്മിനോട് സോറി, ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്നാണ് പറഞ്ഞേക്കണേ മമ്മിനോട്. ടാസ്ക് എല്ലാം നന്നായിരുന്നു. പിന്നെ ലെറ്ററിൽ തന്നെ പറഞ്ഞു, എനിക്കത് തന്നെ കോള് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഞാൻ ചെയ്യരുത് ഫെമി, ഇനി ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഫെമിയുടെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ടാസ്ക്കാണ്. കുറേ ആൾക്കാരുണ്ട് ഇതേ സ്വഭാവത്തിൽ, ഇങ്ങനെ ഫോൺ വിളിച്ച് അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിൽ കട്ട് ചെയ്ത് പോകും. അപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് ഒന്നും ചിന്തിക്കാതെ, കാരണം ഭയങ്കര വേദനയായിരിക്കും. അമ്മയ്ക്ക് എന്താ ഫീൽ ചെയ്യാറ് സാധാരണ ഫെമി ഇങ്ങനെ ഫോൺ കട്ട് ചെയ്ത് പോകുമ്പോൾ? ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിട്ട് തോന്നും. പിന്നെ ഞാൻ തന്നെ വിചാരിക്കും, ഇനിയിപ്പോൾ ഈ സ്വഭാവം ഞാൻ എങ്ങനെ മാറ്റിയെടുക്കാം. കാര്യം ഉള്ളിൽ അവളുടെ മനസ്സ് ഭയങ്കര സിംപ്ലിസിറ്റിയാണ്, സിൻസിയറാണ്. പക്ഷേ ആ പെട്ടെന്നൊരു ദേഷ്യം, ഒരു പക്ഷേ ഞാൻ അവളോട് പറയാറുണ്ട്, നിൻ്റെ ഒരു ദേഷ്യം നിനക്കൊരു അപകടത്തിലേക്ക് വരുത്തും, അതുകൊണ്ട് ഒക്കെ പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ദിവസം വിളിക്കാണ്ടാകുമ്പോൾ ഞാൻ തന്നെ നാണം കെട്ടിട്ടായാലും ചിലപ്പോൾ ഞാൻ അവൾക്ക് ഫോൺ ചെയ്യും. എനിക്കൊരു മനസ്സിൽ വിഷമം, ഇനിയിപ്പോൾ എന്താണ് ദേഷ്യം വന്നിട്ട് ഇനി എന്താണ് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചിലപ്പോൾ അവൾക്ക് രണ്ടാമത് ഫോണൊക്കെ ചെയ്യും. അല്ല ഫെമി ഒന്ന് ആലോചിച്ച് നോക്ക്, അമ്മ ഇതുപോലെ വേറൊരു സ്ഥലത്താണ്, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് വല്ലാത്തൊരു കുറ്റബോധമാവില്ലേ? അത് അവർക്കെന്നല്ല, അത് അമ്മയ്ക്ക് പറ്റുമെന്നല്ല ഞാൻ പറയണത്. സ്വാഭാവികമായും അവസാനത്തെ വല്ലാത്ത നമ്മൾ ഒരിക്കലും അവസാനിക്കാൻ പറ്റാത്തൊരു വേദനയായിട്ട് മാറാൻ ചിലപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയെങ്കിലും എനിക്ക് ആ സ്വഭാവം മാറ്റാമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഡയറക്റ്റ്ലി മമ്മിനോട് ഒരിക്കലും സോറി തെറ്റ് പറ്റിപ്പോയി എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ അമ്മയായിട്ട് വഴക്കിട്ടു, അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അമ്മേനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ഇപ്പൊ ഉച്ചയ്ക്ക് അങ്ങനെ വഴക്കിട്ടിട്ടാണെങ്കിൽ വൈകുന്നേരം വന്നിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ദിവസം വിളിക്കാറുണ്ട്, മമ്മി തിരിച്ച് എന്നെ വിളിക്കും. അപ്പൊ മമ്മിയോട് ചോദിക്കും കഴിഞ്ഞാ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആ കാര്യം ചിലപ്പോൾ മറന്നിട്ടുണ്ടോ. അപ്പൊ ഞാൻ പറയും അത് ആ സമയത്ത് പറഞ്ഞതല്ല, അതൊക്കെ കുഴപ്പമില്ല, പോട്ടെ, വേറെ എന്തെങ്കിലും വിശേഷം, ഭക്ഷണം കഴിച്ചോ ഫെമി ആ സബ്ജക്റ്റിനെ സ്കിപ്പ് ആവാണ്. ഫെമിക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോ അമ്മ അതിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും, ഒരു സോഫ്റ്റ് ആയിട്ടൊരു വാക്കോ, അമ്മയ്ക്ക് പഠിത്തില്ലാത്ത തന്നെ ഒരു ഹഗ് ഒന്നും കിട്ടിയെന്ന് വരില്ല. അപ്പൊ അമ്മയെ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ സോഫ്റ്റ് ആയിട്ടൊരു വാക്കൊക്കെ ആയിരിക്കാം. അത് ഫെമിക്ക് കൊടുക്കാവുന്നതാണ്. ശ്രുതി പറഞ്ഞ അതൊരു വലിയ പോയിന്റാണ്. നമുക്ക് ഒരിക്കലും മാറാത്തൊരു സങ്കടമായി മാറുന്നതിന് മുൻപ് ചെറിയ കാര്യങ്ങൾ അതപ്പം തന്നെ, അതിനകത്തൊരു കുഞ്ഞൊരു ഈഗോ മനസ്സിൽ ഒരിക്കലും വിചാരിക്കാതിരിക്കുക, അതപ്പം തന്നെ പറഞ്ഞ്
ക്ലിയർ ചെയ്ത് മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷമായിരിക്കും. ഫെമിക്ക് ബൈജു ഉണ്ട്, മോനുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അമ്മ എപ്പോഴും സ്കൂളിൽ പോയി തിരിച്ചു വന്നാൽ ആ വീടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്, പപ്പയുടെ ഓർമ്മകളായിട്ട് മാത്രം. ഇപ്പോൾ നമ്മുടെ ഈ ടാസ്ക് ഓൺ എയർ പോകുമ്പോൾ എല്ലാവരും പറയും ഇപ്പോഴാണ് എല്ലാവർക്കും അമ്മമാരുടെ ഒരു ടാസ്ക് വന്നപ്പോഴാണ് എല്ലാവരും അമ്മമാരുടെ ഒരു കാര്യം ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് സത്യത്തിൽ എല്ലാവരും മനസ്സിലാക്കണം. ഇത് കാണുന്ന എല്ലാവർക്കും അപ്പോഴേ ഓർമ്മ വരുള്ളൂ. ഇപ്പം നമ്മൾ പോലും ചെയ്യണത് എന്തുകൊണ്ടാണ്, അത് ആ ടാസ്ക് എന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷെ അത് അപ്പോഴാണ് തുടങ്ങി കഴിയുമ്പോൾ നമുക്കതിങ്ങനെ നമുക്ക് അറിയുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷെ അതൊരു തിരിച്ചറിവാവുന്നത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ്. ടാസ്കിൽ ഒന്നും പറയാനില്ല, ലെറ്ററും ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ടാസ്കിനെ പറ്റിയിട്ട് കമൻസ് ഇല്ല. അതായത് എനിക്ക് ടാസ്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത മകളുടെ സ്ഥാനത്ത് നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഫെമി ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. പിന്നെ ലെറ്റർ ആണെങ്കിൽ അതേപോലെ തന്നെ നല്ല ടച്ചിങ് ആയിരുന്നു. ഇപ്പം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പം ഒരു മെസ്സേജ് പോലെ നമ്മൾ കൺവേ ചെയ്തു. അപ്പോൾ ഓവറോൾ എനിക്കൊരു നല്ലൊരു ഒപ്പീനിയനാണ്. അവരുടെ കമൻസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കുറ്റം പറയാൻ ഞങ്ങൾക്കൊന്നും ഇല്ല. ഇതിൽ എല്ലാം അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. ഫെമി ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് അവർ ചോദിച്ചു, അത് ഫെമി പറയുകയും ചെയ്തു. അത് ഫെമി ഇവിടെ തുറന്നു പറഞ്ഞതാണ് ഫെമിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഇപ്പം നമുക്ക് മുന്നിൽ കാണാൻ പറ്റുന്നത്. ആകെ ഒരു കാര്യമുള്ളൂ, അമ്മ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണേ, കൂട്ടിക്കൊണ്ട് പോയിക്കോടുവരെന്ന് ചോദിച്ചില്ലേ, അതിനോട് എനിക്ക് അത് ഓരോ സാഹചര്യമായിരിക്കും. അമ്മ അത് ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു, അമ്മയ്ക്ക് ഇനി ഒരു മോളെയും കൂടി അയക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെയും നമ്മളത് വീണ്ടും അമ്മയെ ചോദിച്ച് ഒന്നും കൂടി വേദനിപ്പിച്ചു എന്നേ എനിക്ക് തോന്നിയുള്ളൂ. ഓൾറെഡി ഫെമി കത്തിനകത്ത് പറഞ്ഞിരുന്നു ഞാൻ ചെയ്യുന്ന തെറ്റാണ്, അത് ആ റിയലൈസേഷൻ കൊണ്ടാണ് അമ്മയുടെ ഫോൺ കട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞത്. തെറ്റായിട്ട് തന്നെയാണ് ഫെമി പ്രൊജക്റ്റ് ചെയ്തത്. എന്നിട്ട് വീണ്ടും അവിടുന്ന് അതിനെ ഒരുപാട് ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തോന്നി. അത് തെറ്റല്ലേ, അത് തെറ്റായതുകൊണ്ടാണ് ഫെമി അത് അക്നോളജ് ചെയ്ത് ആ കത്തിലൂടെ അത് പറഞ്ഞത്. പിന്നെയും മൂന്നാല് പേര് ഒരേ ക്വസ്റ്റ്യൻ തന്നെ, അത് തെറ്റല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞ് ഫെമി അത് എഴുതിയതാണ്. അത് ആ ലെറ്ററിൽ വായിച്ചു പോകുമ്പോൾ അതൊരു ഇമോഷനിൽ അതങ്ങനെ പോകും. നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമേ അത് പ്രേക്ഷകരിലേക്ക് എത്തുള്ളൂ. അതിന്ന് ഒരു പ്രത്യേക ഒരു ടോപ്പിക്ക് മാത്രം എടുത്തിട്ട് ഒരാൾക്ക് ഡിസ്കസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു 3 പേര് അതേ പോയിന്റ് തന്നെ പറഞ്ഞു, വീണ്ടും ചോദിച്ചു ഫെമി അത് ചെയ്ത് തെറ്റല്ലേ എന്ന് ശ്രുതി ചോദിച്ചായിരുന്നു. ഫെമി കാരണം എനിക്ക് പെട്ടെന്നൊരു പോയിന്റിലേക്ക് കിടക്കണമെങ്കിൽ ഫെമി അത് ചോദിച്ചിട്ടാണ് എനിക്ക് ആ ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരാളുടെ തെറ്റ് മനസ്സറിഞ്ഞ് സമ്മതിക്കുമ്പോൾ തെറ്റല്ലേ ചോദിച്ച് വീണ്ടും കൂടുതൽ സമ്മതിച്ചിട്ടില്ല എന്നുള്ള രീതിയിലല്ല സംസാരിച്ചത് ശ്രീകുട്ടി. നമ്മള് ജസ്റ്റ് ഇപ്പൊ അശ്വതി തന്നെ പറഞ്ഞു, ഇതില് ഇപ്പൊ ആ ഒരു സംസാരത്തിൽ കൂടെ ഒരുപാട് പേര് ഇത് റിയലൈസ് ചെയ്തിരിക്കും. ഇപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ പറഞ്ഞു ഞാൻ ആ ഒരു തെറ്റിന്റെ പേരിൽ ഇപ്പൊ ഞാൻ ഫോൺ കട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ മമ്മിനോട് സോറി പറഞ്ഞിട്ടില്ല. ഞാൻ ശരിക്കും അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ ഭാഗത്തുണ്ടായ തെറ്റ് നേരത്തെ പറഞ്ഞു. ഞാൻ ഒരിക്കലും മമ്മീനോടാണെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാൻ സോറി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരിക്കലും മമ്മീനെ. പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് മമ്മീനോട് പറയും സോറി മമ്മി, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. സത്യം പറയുകയാണെങ്കിൽ അവൾക്ക് ഇപ്പോഴെങ്കിലും ഒരു കുറ്റബോധം തോന്നി. കാരണം ഞാൻ പല പ്രാവശ്യവും ചെറിയ കാര്യത്തിന് പോലെ ഒരിക്കലും അവള് സോറി പറഞ്ഞിട്ടില്ല. ആ സമയത്ത് എൻ്റെ ഇളയവളാണെങ്കിൽ ഒരു ചെറിയൊരു തെറ്റായാലും സോറി മമ്മി എന്ന് പറയും. ഇവളിൽ നിന്ന് അങ്ങനെ ഒരിക്കലും വരില്ല. പിന്നെ ഞാൻ തന്നെ ചില സമയത്ത് ഇങ്ങനെ വിചാരിക്കും, ഇനിയിപ്പോൾ ഇത്ര പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ ഇത്രയും കൊല്ലമായിട്ട് ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാണ്, സ്വന്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു വേദി ആയിരിക്കാം അത് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളത് തന്നതിൽ ഞാൻ ഒരു പക്ഷേ ഞാൻ ഫ്ലവർ ചാനലിനോടും ഡയറക്ടറോടും വളരെ വളരെ നന്ദി. മമ്മിക്ക് ഈ സമയത്ത് നമുക്ക് ശരിക്കും ഒരു സല്യൂട്ട് കൊടുക്കണം. കാരണം മക്കൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അങ്ങനെ അല്ല എന്ന് പബ്ലിക്കിനെ അറിയിക്കാതെ കവറപ്പ് ചെയ്യുന്ന അമ്മയാണ്. പക്ഷെ അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് ഐ അപ്രീഷിയേറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ ആ സ്റ്റാൻഡ് അത് സല്യൂട്ട് ചെയ്യേണ്ടതാണ്. അത് എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മ അതൊരു മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ കൊച്ചും ഇത് തന്നെ ദേഷ്യക്കാരനാണ്. അപ്പം ഞാൻ പറയുള്ളൂട് അവനും ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. പെട്ടെന്ന് അവനും ദേഷ്യ ഒരു സാധനം കണ്ട. അപ്പം ഞാൻ ഇവളോട് അപ്പോഴും പറയും, ഇത് കണ്ടു മനസ്സിലാക്കുക, നിന്റെ കൊച്ചു എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്യണത്, നിന്റെ ഒരു സ്വഭാവം കൊണ്ടാണ് ആ കൊച്ചും കാണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയണത്, എപ്പോഴും നമ്മളൊരു ചെറിയ തെറ്റായാലും അത് തിരുത്താൻ ശ്രമിക്കുക.
അത് മറ്റുള്ളവർ അത് അംഗീകരിക്കരുത്. തെറ്റാണെന്ന് തെറ്റാണെന്നും ഒരു കുറ്റബോധം ഉണ്ടാവണം. അതാണ് നമ്മുടെ ഒരു ജീവിതത്തിൽ വേണ്ടത്. പോവാം. കുറേ മെസ്സേജ് ലെറ്ററിലൂടെ ഈ ടാസ്കിലൂടെ പ്രേക്ഷകർക്ക് പോയിട്ടുണ്ട്. ഞാൻ ഫെമിക്ക് 10ൽ 8 മാർക്കാണ്. ഫെമിക്ക് 7 മാർക്ക്. 10ൽ 7. എൻ്റെ മാർക്ക് 10ൽ 7 മാർക്ക്. ഇത് ഞാൻ എണീച്ച് നിന്നിട്ടേ പറയുന്നുള്ളൂ. അമ്മയുടെയും ഫെമിയുടെയും ഈ ടാസ്കും എല്ലാത്തിനും വേണ്ടിയിട്ട് 8 മാർക്ക്. സോ ഈ ഒരു റൗണ്ടിൽ നമ്മുടെ ജഡ്ജിങ് പാനൽ ഫെമിക്ക് കൊടുത്തിരിക്കുന്ന മാർക്ക് 37 ആണ് ഓൺ 50. നമുക്ക് നമ്മുടെ അനലൈസിംഗ് പാനലിനോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഈ മാർക്കിനോട് യോജിക്കുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരു 38 മാർക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. കാരണം ഇതിൽ ഒന്നും ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയിട്ടേ ഇല്ല. ടാസ്ക് ലെറ്റർ പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതുപോലെ ടാസ്കും അതുപോലെ അതിനകത്ത് എഫേർട്ട് ഉണ്ടായിരുന്നു, അതിനകത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇതിലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനില്ലായിരുന്നു എന്ന് പറഞ്ഞു. ദെൻ വൈ 7? അല്ലെങ്കിൽ എന്ത് ചെയ്തിരുന്നെങ്കിൽ അതൊരു 10 ഔട്ട് ഓഫ് 10ലേക്ക് പോയേനെ? എല്ലാവരെക്കാളും ഒരു പടി മുന്നിൽ തന്നെ ഇപ്പൊ ഫെമി ചെയ്തിട്ടുള്ള ടാസ്ക് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 7ന്റെ ക്രൈറ്റീരിയ എന്താണെന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഞാൻ കൊടുത്തത് ഏറ്റവും ടോപ്പ് മാർക്ക് 7 ആണ് ഇതുവരെ ഞാൻ കൊടുത്തിട്ടുള്ള മാർക്കുകളിൽ. അമ്മ റൗണ്ടില് ടോപ്പ് മാർക്ക് ഞാൻ ഫെമിക്ക കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശ്രുതിയുടെ ഒരു പെർസ്പെക്ടീവിൽ ഇതൊരു 9ൽ വരെ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു? ഇല്ല, ഞാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു പടിക്ക് മുന്നിൽ എന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ഇട്ടതാണ്. അല്ലാതെ ടോട്ടൽ അങ്ങനെ വെച്ച് നോക്കിയിട്ടല്ല ഞാൻ പറയുന്നത്. ഒരു പടിക്ക് മുന്നിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഫെമിക്ക്. ഫെമി ആ ലെറ്ററിൽ എഴുതിയ 2 വേർഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് പുറത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പ്രേക്ഷകരിൽ അത് എങ്ങനെ എത്തും, ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നി നമ്മള് ആ ലെറ്ററിന്റെ ജെനുവിനിറ്റി അല്ലെങ്കിൽ അത് എത്രത്തോളം ആത്മാർത്ഥമായി എന്നുള്ളതല്ലേ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പല ടാസ്കുകളിലും പ്രേക്ഷകരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലാത്ത പല സ്വഭാവങ്ങൾ നിങ്ങൾ പലരും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കായിരുന്നെങ്കിൽ പലർക്കും ഈ പറയുന്ന മാർക്കുകളൊന്നും കിട്ടണം എന്നുണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ ആ ലെറ്ററിന്റെ ഒരു ആത്മാർത്ഥതയാണ്. മാത്രല്ല ഇത് കമന്റ്സിന്റെ സമയത്ത് ഇങ്ങനെ ഒരു കൺസേൺ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിന്റെ കാരണം എന്താന്ന് വ്യക്തമായിട്ടില്ല ഇപ്പോഴും. കാരണം ഇപ്പൊ രമ്യ ടോട്ടൽ മാർക്സ് അതിലും കൂടുതൽ ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് കൊടുക്കാനാണ് തോന്നിയത്. അതല്ലല്ലോ നമ്മൾ ടാസ്കും ലെറ്ററും ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതിന് പകരം നേരത്തെ കഴിഞ്ഞതും ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് മാർക്ക് ഇടുന്നത് അത്ര ഇവർക്ക് ഡിസേർവ് ചെയ്യുന്നല്ലേ അവർക്ക് കൊടുക്കേണ്ടത്. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളതിന് പകരം നേരത്തെ കഴിഞ്ഞതും ഇതും വെച്ച് കമ്പയർ ചെയ്തിട്ട് മാർക്ക് ഇടുന്നത് അത്ര ഇവർക്ക് ഡിസേർവ് ചെയ്യുന്നല്ലേ അവർക്ക് കൊടുക്കേണ്ടത്. ഞാൻ 1 മാർക്ക് കൂടി കൂട്ടി തരുന്നു, 8. രമ്യ ഒരു ജഡ്ജിങ് പാനലിൽ ഇരിക്കുന്ന ആളാണ്. രമ്യക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. രമ്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിനൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റാൻഡ് വേണം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം എത്രയോ പേര് ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, അവരെത്തെ കൊണ്ട് എന്തിനാ ജഡ്ജ് ചെയ്യിപ്പിക്കുന്നത്, നിങ്ങൾക്ക് പുറത്തുനിന്ന് ജഡ്ജസിനെ പോരായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മുടെ വീട്ടമ്മമാർ ഒരേപോലെ ജഡ്ജ് ചെയ്യാനും അവരൊരു കാപ്പബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 റൗണ്ടിൽ നിന്ന് കുറെ പേരെ എലിമിനേറ്റ് ചെയ്ത് നമ്മുടെ ഒരു ക്രീം 12 ആണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ പറയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് വേണം. ആ സ്റ്റാൻഡിനെ സാധൂകരിക്കുന്ന പോയിന്റ്സ് നിങ്ങളുടെ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ്ലി മാർക്സ് ചേഞ്ച് ചെയ്യാം എന്ന് പറയുന്ന അത്രയും ബാലിശമായി പോകരുത്. പറയുന്നത് അത്രയും ക്ലിയർ ആണെങ്കിൽ അത്രയും ഷുവർ ആണെങ്കിൽ മാത്രമേ രമ്യ മാർക്ക് കൂട്ടാൻ പാടുള്ളൂ. അല്ല, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഒരു തോന്നിയോണ്ടാണ് ഞാൻ 7 മാർക്ക് ഇട്ടതെന്ന്. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ആലോചിക്കായിരുന്നു. എനിക്ക് കുറച്ച് സമയം കൂടെ ആലോചിക്കും. നമുക്ക് ബാക്കിയുള്ളവരിലും കൂടെ പോയിട്ട് വരാം. എനിക്ക് നോക്കുമ്പോൾ ഫെമിയുടെ ടാസ്കും ജസ്നയുടെ ടാസ്കും എനിക്ക് രണ്ടും എൻ്റെ മനസ്സിൽ എനിക്ക് ഒരേ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഞാൻ 7 കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ഡിനിജയുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ കൂടി ആയാലും ഒരു 10ലേക്ക് പോവാം. അതിനെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ടത് ഇതാണ് എന്നുള്ളത് മാത്രമല്ലല്ലോ, എങ്ങനെ വരെ ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ അശ്വതി. അപ്പം നമ്മളെപ്പോഴും ഒരു കഴിഞ്ഞൊരു ടാസ്കിനെ കമ്പയർ ചെയ്തിട്ടല്ലേ ഇവിടെ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞതിനെ കമ്പയർ ചെയ്യാൻ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ ഒന്നുമില്ലല്ലോ. ഇപ്പൊ ഡിനിജയുടെ ഒരു ടാസ്ക് വന്നപ്പോൾ നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. നമ്മൾ ഈ 10 മാർക്കില് ഡിനിജയുടെ ഒരു പെർഫോമൻസിന്റെ ടോട്ടൽ 10 ആണെങ്കിൽ ഇതിൽ എത്ര കൊടുക്കാമെന്ന് നോക്കിയിട്ടല്ലേ ഇവാലുവേറ്റ് ചെയ്തത്. അപ്പൊ എന്റെ അമ്മ റൗണ്ടില് ഞാൻ കൊടുത്തിട്ടുള്ള 7 ഹയസ്റ്റ് തന്നെയാണ്.
അല്ല അതിനകത്ത് അങ്ങനെ ഒരു കമ്പാരിസൺ ആവശ്യമുണ്ടോ? ഞാൻ ഏറ്റവും കൊടുത്തതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മാർക്കിൽ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ഞാൻ ഫെമിക്ക് 10 ഇട്ടു. നാളെ ഇതിലും മികച്ച ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇനി 10 മേലെ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ ഫെമിയുടെ ടോട്ടൽ മാർക്ക് നോക്കുമ്പോഴും എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഫെമി ഏറ്റവും ഉയർന്ന രീതിയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നാളെ ഇപ്പോൾ ഇതിലും മികച്ചൊരു പെർഫോമൻസ് വരുമ്പോൾ ഇതിന് മുകളിൽ എന്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ആണ് ഏറ്റവും ഹയസ്റ്റ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് മുകളിൽ എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന് മുകളിലേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടല്ലോ. അതായത് ഇപ്പം ഞാൻ 8 കൊടുത്തു, ഇപ്പം ഫെമിക്ക് 8 കൊടുത്തു. ഇപ്പം എൻ്റെ മനസ്സിൽ ഞാനത് എനിക്ക് സന്തോഷമായിട്ടും അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയിട്ടും കൊടുത്ത ഒരു മാർക്കാണ്. കോൺഫിഡൻറ്റോട് കൂടിയിട്ടും കൊടുത്ത മാർക്കാണ്. ഇപ്പോൾ ഇതിലും നല്ലത് അല്ലെങ്കിൽ ഇതിലും ഈ 2 മാർക്ക് ഇതിലും മികച്ചൊരു പെർഫോമൻസ് വന്നാൽ കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്നതാണ്. എന്നിരുന്നാൽ ഫെമിക്ക് ലോസ് ആവാനും പാടില്ല. 37 മാർക്ക് ഉണ്ട്. ടോട്ടൽ മാർക്ക് ഇപ്പോൾ 1 മാർക്ക് കൂടിയിട്ടുണ്ട് അല്ലേ? അത് രമ്യ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഫെമി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇനി ഇത് ചെയ്യേയില്ല എന്ന് പറഞ്ഞ് അവിടെ അമ്മയുടെ കാല് പിടിച്ചില്ല. ഞാൻ അതുകൊണ്ട് എന്തായാലും ഞാൻ മാർക്ക് ചേഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കണേ. 8 മാർക്ക് ആക്കാൻ പോവാം. രമ്യ കൂട്ടി കൊടുത്തതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഫെമിക്ക് മാർക്ക് കിട്ടണോണ്ടല്ല, നമ്മളിവിടെ ഇരുത്തിയിരിക്കുന്നത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടുന്ന് ഒരു ആർഗ്യുമെൻ്റ് വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രമ്യ അവിടെ കണ്ടിരുന്നത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവർ പറയുകയാണ് ഇപ്പോൾ രമ്യ കൊടുത്തത് കൂടുതലാണ്, ഒന്ന് കുറച്ചേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രമ്യ അത് കുറച്ചേക്കാം. പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ ഇത്തിരി അവരെക്കാളും ഒന്നും കൂടി റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കാണുള്ളത്, ഇവിടെ ഇരിക്കുന്നവർക്കാണുള്ളത്. അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്യും വേണം, അതിന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും വേണം. ആ മാർക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആ മാർക്ക് ഇട്ടേന്നുള്ളത് ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടായിട്ടേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും എല്ലാം ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നമ്മൾ പറയില്ലേ തെളിഞ്ഞ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടെയൊക്കെ ഫേസസ് ആണ്, എങ്ങനെയൊക്കെയാണ്, എന്താണ് റിയൽ എന്നുള്ളത് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ലിയർ ആവുകയാണ്. ആ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. സോ അമ്മ മനസ്സ് എന്ന ഈ ഒരു റൗണ്ടില് സത്യത്തിൽ സോറി എന്നുള്ളൊരു വാക്ക് കൊണ്ട് ഒരു മാജിക് ചെയ്യുകയാണ് ഫെമി ചെയ്തത്. അല്ലെങ്കിൽ ആ ഫെമിയുടെ ആ ഒരു സോറി ഇവിടെ കറക്റ്റ് ടൈമിൽ വീണില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഇമോഷൻസ് ഫ്ലഡ് ചെയ്യില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഫെമി ഡിസർവ് ചെയ്യുന്നൊരു മാർക്കാണ് ഇത് കിട്ടിയതെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഫെമിക്ക് കിട്ടിയിരിക്കുന്നത് 38 ആണ് ഓൺ 50. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. അമ്മ മനസ്സ് എന്ന ഒരു സെഗ്മെന്റ് നമ്മൾ തുടങ്ങിയതിൽ പിന്നെ നമ്മൾ ഒരുപാട് പേരുടെ അമ്മമാരെ ഇവിടെ കണ്ടു, ഈ ഫ്ലോറിൽ കണ്ടു. അതിൽ നിന്ന് ഈ അമ്മയെ വ്യത്യസ്തയാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അന്യനാട്ടിൽ പോയി മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതും ഒറ്റയ്ക്ക് ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെയാണ് ഈ അമ്മയ്ക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത്. അതിൽ ഒരുപാട് അഭിമാനമുണ്ട് അമ്മയോടൊപ്പം ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിൽ. കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും പറയാനുള്ളത് ഇതാണ്, ലോകത്തിന്റെ പല ഭാഗത്ത് പോയി സ്വന്തം മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പൊരുതുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹം അവരെ ഒരു ക്രിറ്റിസിസത്തിന്റെ കണ്ണിൽ കൂടിയായിരിക്കും നോക്കാറുള്ളത്. ഒറ്റയ്ക്ക് അവിടെ പോയി ജീവിക്കുന്നു, എന്തൊരു തൻ്റെടി എന്നായിരിക്കും ചിലപ്പോൾ പറയുക. പക്ഷെ അവരെ അതിലേക്ക് എത്തിക്കുന്നത് അവർ നടന്നു വന്ന വഴികളാണ്, അവരുടെ സാഹചര്യങ്ങളാണ്. അപ്പോൾ പലപ്പോഴും നമ്മളത് റിയലൈസ് ചെയ്യാതെയാണ് ക്രിറ്റിസിസത്തിലേക്കൊക്കെ നീങ്ങാറുള്ളത്. ഇത് അങ്ങനെയുള്ള എല്ലാ അമ്മമാർക്കും, ഒറ്റയ്ക്ക് ജീവിതത്തോട് പൊരുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും നമ്മളുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ലൊരു മലയാളി വീട്ടമ്മയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ മലയാളി വീട്ടമ്മയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ് മലയാളി വീട്ടമ്മ, പ്രസന്റഡ് ബൈ ചുങ്ക ജ്വല്ലറി, കോ ബ്രാൻഡഡ് ബൈ സേറ.